ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് നമ്പർ 95, ഡേ 94. ഇനി 2-3 ദിവസം കൂടെ മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് തീരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഹൗസിനകത്ത് ഭയങ്കര സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. PR എക്സ്പോസിങ് നടക്കുന്നുണ്ട്, അനുമോളെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ പലരും അനുമോളെ അതിനകത്തൊരു ഭീകരജീവി അല്ലെങ്കിൽ ഒരു യക്ഷിയെ പോലൊക്കെയാണ് അതിൻ്റെ അകത്ത് അനുമോളെ ഇപ്പം കാണുന്നത്. ഇന്ന് സരിക അനുമോളെ എടുത്തൊന്ന് സംസാരിച്ചിട്ട് മുൻഷികളെ പിടിച്ച് കൂടെ എത്തുന്നുണ്ട്. കാര്യം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ഇവള് മാനിപ്പുലേറ്റ് ചെയ്ത് PR ഇട്ട് കൊടുത്താലോ എന്നും പറഞ്ഞിട്ടാണ് മുൻഷികളെ പിടിച്ച് കൂട്ടിനിരുത്തുന്നത്. അപ്പൊ അനുമോള് PR ഇട്ട് കൊടുക്കും, അനുമോള് PR ഇട്ട് കൊടുക്കും. അപ്പൊ എന്തോ വലിയൊരു ഭീകരജീവിയെ പോലൊക്കെ അനുമോളെ അതിനകത്ത് പല ആൾക്കാരും കാണുന്നുണ്ട്. എന്നിട്ട് ഇന്ന് കുറെ സംഭവങ്ങൾ നടന്നു. ആദില കുറെ വെളിപ്പെടുത്തലുകൾ നടത്തി. ഹൗസിനകത്തുള്ള എല്ലാവരും അകത്തോട്ട് വന്നു. അക്ബർ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര സംഭവങ്ങളാണ് നടന്നത്. നമ്മൾ ബിഗ് ബോസിന്റെ വീഡിയോ ഇടുന്നത് നമ്മുടെ മെയിൻ ചാനലിലും അതുപോലെ തന്നെ ലൈഫ് ഓഫ് അനന്ത് വ്ളോഗ്സിനകത്ത് 2 ചാനലിനകത്ത് മാറി ഓരോ വീഡിയോസ് ആണ് ആയിട്ടാണ് ഇടുന്നത് കേട്ടോ. വീഡിയോ എല്ലാം മിസ്സാവുകയാണെങ്കിൽ ഈ ചാനൽ നോക്കിയാൽ മതി. ഞാൻ മിക്കവാറും കൊളാബ് ചെയ്തിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ വീഡിയോ മിസ്സാവാതെ നോക്കിക്കോ. അപ്പോൾ ഇന്ന് നടന്ന കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് നോക്കാം. ഞാൻ 2 വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മെയിൻ ചാനലിലും അതുപോലെ ലൈഫ് ഓഫ് അനന്ത് വ്ളോഗ്സിനകത്താണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ബിൻസിയുമായിട്ടുള്ള ഇഷ്യൂ, മസ്താനി ബിൻസി ആ ഒരു ഇഷ്യൂവിനെ പറ്റി വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് എന്താണ് ഇവർ തമ്മിലുള്ള പ്രീവിയസ് ഇഷ്യൂസിനെ പറ്റി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കാണുക. അതുപോലെ തന്നെ അപ്പാനി അനുമോൾ എടുത്ത് കോംപ്രമൈസ് അടിക്കുന്ന ഒരു വീഡിയോ, അത് മെയിൻ എപ്പിസോഡിൽ വന്നിട്ടില്ല, അതിനെ പറ്റിയും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ അപ്പാനിക്ക് ഭയങ്കര കൺസേൺ. മറ്റന്നാൾ എയർപോർട്ടിലോട്ട് ചെന്നിറങ്ങുമ്പോഴത്തേക്ക് എന്നെ ഒറ്റയ്ക്ക് ബലിയാടാക്കിയിട്ട് കൊടുക്കരുത്. കാര്യം എന്ന് പറഞ്ഞാൽ എയർപോർട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഓൺലൈൻ മീഡിയാസ് എല്ലാവരും ചുറ്റും വട്ടം കൂടി ഇരുന്നിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിക്കും. അതിനകത്ത് പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും കൂടെ എന്നെ ബലിയാടാക്കരുത് എന്നുള്ളൊരു കൺസേൺ ആണ് അപ്പാനി ഇവിടെ പറയുന്നത്. അപ്പാനി പറയാണ് എന്താണ് വരും ദിവസങ്ങളിൽ അനുഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിൽ കണ്ടോണം. അനുമോളുടെ PR-നെ നല്ല പേടി അപ്പാനിക്ക് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇതിനുശേഷമാണ് അനുമോൾ എടുത്ത് അപ്പാനി പോയി സംസാരിക്കുന്നത്. ഇന്നലെ നടന്നതൊക്കെ ബിൻസി പറഞ്ഞിട്ടാണ്. എനിക്കത് സംസാരിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. നിന്റെ അടുത്ത് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, ഒരു ദേഷ്യവും പരിഭവം ഒന്നുമില്ല. അങ്ങനെ ഒരു സോറി പറയുന്ന രീതിയിലൊക്കെ സംസാരിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ശൈത്യയാണ് ഈ ബിൻസിയുടെ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞത്. അനുമോളാണ് ഈ കാര്യങ്ങളെല്ലാം ഹൗസിൽ സ്പ്രെഡ് ആക്കാൻ ശ്രമിക്കുന്നത്. ഏറ്റവും അവസാനം പറയുകയാണ്, ഈ ബിൻസി അപ്പാനി ഇഷ്യൂ ഇനി ഈ ഒരു ഹൗസിൽ ചർച്ച ചെയ്യരുത്, എന്റെ റിക്വസ്റ്റ് ആണ്, എനിക്കിത് വയ്യ എന്ന് അപ്പാനി അനുമോൾ എടുത്ത് പറയുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാനിക്ക് പേടിയാണ്. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അനുമോള് ഹൗസിൽ നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഇന്റർവ്യൂസ് വരും, ഓൺലൈൻ മീഡിയാസ് അപ്രോച്ച് ചെയ്യും. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്ന സമയത്ത് അനുമോള് എന്തെങ്കിലും വായിന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെയും അപ്പാനിക്ക് പണിയാവും. പിന്നെ ഈ PR-നെയും പേടിച്ചിട്ടാണ് അപ്പാനി അനുമോൾ എടുത്ത് പോയിട്ട് കോംപ്രമൈസ് അടിക്കുന്നത്. എന്നിട്ട് അപ്പാനി എടുത്ത് പറയുന്നതിനിടയ്ക്ക് അനുമോൾ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ ബിൻസി ക്ലീവേജ് കാണിച്ച് അപ്പാനിയുടെ മുന്നിൽ പോയിരുന്നെന്ന് പറഞ്ഞ കാര്യം അനുമോള് പറഞ്ഞിട്ടേ ഇല്ല. ആദില ഉണ്ടാക്കി പറഞ്ഞ സ്റ്റോറിയാണെന്ന്. ആദില ഏത് രീതിയിലും ഇവിടെ മാനിപ്പുലേഷൻ ചെയ്യുമെന്ന് ഓൾറെഡി അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ ഉണ്ടാക്കി പറഞ്ഞ സ്റ്റോറിയാണെന്നാണ് അനുമോള് പറയുന്നത്. ആ ഒരു കാര്യം തന്നെ മസ്താനി എടുത്ത് പറയുന്നത്. ക്ലീവേജ് കാണിച്ച് അവിടെ പോയിരുന്നുള്ള രീതിയിൽ അനുമോള് സംസാരിച്ചിട്ടുണ്ട്. ആദില ഇന്നലെ പറഞ്ഞു അത് കള്ളത്തരമാണെന്നുള്ള രീതിയിൽ മസ്താനി ഉണ്ടോ അനുമോള് സംസാരിക്കുന്നത്. ഇത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ ലൈവിനകത്ത് ഇതൊന്നും ഇട്ടിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് നമുക്കറിയത്തില്ല അനുമോള് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നോ ഐഡിയ. ഇവർ പറയുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കുക, വിശ്വസിക്കുക അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുക, ഇത് മാത്രമാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിനകത്തുള്ള ആദ്യമാണെങ്കിലും 100 അനുമോളാണെങ്കിലും എല്ലാം ലോകങ്ങളാണ്, പഠിച്ച കളികളാണ്. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന ടീംസ് അല്ല. ഇതുവരെ വരാത്തതിന്റെ പേരിലാണ് ബിൻസി അവിടെ വെറുതെ ബിൻസിയുടെ അണ്ണാക്കിലോട്ട് ചെന്ന് കീറി കൊടുത്ത് കണ്ടിന്യൂ. ഇവർ തമ്മിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൻസി ഔട്ടായി പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് ബിൻസിയെ വെറൈറ്റി മീഡിയ ഇന്റർവ്യൂ വിളിച്ചിട്ടുണ്ടായിരുന്നു. മസ്താനിയായിരുന്നു ഇന്റർവ്യൂ ചെയ്തത്. അന്ന് മസ്താനി കുറെ വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിച്ചു, അപ്പാനിയായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ. അതിനുശേഷം പിന്നെയും ബിൻസിക്ക് സൈബർ ബുള്ളിങ് കൂടി, ട്രോൾസ് കൂടി, അങ്ങനെ പ്രശ്നമായി. ആ ഒരു സാഹചര്യത്തിലാണ് മസ്താനിയെ എടുത്തെടുത്തത്. മസ്താനി ഈ ഒരു കാര്യം കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിൻസിയോട് സംസാരിക്കാൻ വേണ്ടി ചെല്ലുന്നത്. പക്ഷെ ബിൻസിക്ക് ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ല. ബിൻസിയാണെങ്കിൽ നല്ല രീതിയിൽ മസ്താനി കുത്തുന്നുണ്ട്. അങ്ങനെ കുത്തി കുത്തന്റെ അളവ് കൂടിയപ്പോഴത്തേക്ക് മസ്താനിയുടെ വായിന്ന് പഴയ തോട്ടി പരിപാടി കൊണ്ടുപോകും. ചാത്തന്റെ ഓട്ടോയിലെങ്കിലും എവിറ്റായി പോയത്. ഇതങ്ങോട്ട് കേട്ടപ്പോഴത്തേക്ക് ബിൻസിയുടെ മുന്നിൽ കുത്തി ബിൻസിയോട് എണീറ്റ് വന്ന് വലിച്ചേറി ഒപ്പിയിട്ട് മസ്താനിയുടെ തന്തയ്ക്ക് വരെ വിളിച്ചു. ലിറ്ററലി തന്തയ്ക്ക് വരെ വിളിച്ചു. ആ സമയത്ത് മസ്താനി കേട്ടോണ്ടിരിക്കുകയാണ്. ഒരക്ഷരം പോലും കമാന്ന് മിണ്ടുന്നില്ല. അനുമോളും പ്രവീണൊക്കെ അക്ഷരം പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതെ ഇരുന്നാൽ മതി. മസ്താനിക്കാണെങ്കിലും തിരിച്ചു പറയണം നല്ല രീതിയിലുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നെഗറ്റീവ് ആകും എന്നുള്ളൊരു ബോധ്യം ഉണ്ടായതുകൊണ്ട് തന്റെ നാട്ടിൽ തനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് മസ്താനിയോട് ഒരക്ഷരം
അക്ഷരം പോലും ഇല്ലാതിരുന്നു. കാര്യം പറഞ്ഞാൽ മത്തായി ഭാഗം മാത്രമേ പറയത്തുള്ളൂ. ഹിന്ദി കൊണ്ട് മോശമൊന്നുമല്ല, നല്ല ചുരക്കലാണ് അതിന്റെ വായിച്ചു വരുന്നത്. അത്രയും കച്ചറകളാണ്. ഈ അടിയിടയ്ക്ക് ബിൻസി വിളിച്ചു പറയുന്ന ഒരു ഡയലോഗാണ്, നാളെ വലിയ ഒരു പെണ്ണും ചെറുക്കനും അടുത്തിരുന്ന ഉടനെ പ്രേമം കാണാം. ഈ ജിസൈലിനെ ആര്യന്റെ ഇഷ്യൂവിൽ നല്ല രീതിയിൽ ഉത്സാഹിച്ചൊരു വ്യക്തിയായിരുന്നു മസ്താനി. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇവിടെ ബിൻസി ഈ ഡയലോഗ് എടുത്തത്. ഇതേ വ്യക്തി തന്നെയാണ് ഇതേ ജിസൈലിനെ പറ്റി വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞത്. ആ വീഡിയോ കൂടെ ഞാൻ നോക്കാം. പഴയ ഒരു ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, നീ അനുവിനെ നോക്കിയിട്ട് ഏത് ലോകത്താണ് നീ ജീവിക്കുന്നത്. ഈ പറഞ്ഞ ബിൻസി 2 മാസം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം മറന്നു. ഒരു ജിസൈലും ഉണ്ട്, കുറെ അവന്മാരും ഉണ്ട് എന്നും പറഞ്ഞിട്ടാണ് ആ ഒരു കോൺവെർസേഷൻ അവിടെ നിന്ന് പറയുന്നത്. അപ്പൊ ഇതേ ബിൻസിയാണ് വന്നിട്ട് മസ്താനെ ഉപദേശിക്കുന്നത്. ഇവർക്ക് ഇത് പറയാനുള്ള യാതൊരു യോഗ്യതയും ഇല്ല. അപ്പൊ സ്വന്തം കാര്യം വരുമ്പോഴത്തേക്ക് അത് സദാചാരവും, അപ്പൊ മറ്റുള്ളവരുടെ കാര്യം വരുമ്പോഴത്തേക്ക് അത് സദാചാരമല്ല ഇവർക്കൊന്നും. മനസ്സിലായോ? അപ്പാനി ഇവളും കൂടെ ഉള്ള ഒരു സംഭവം ആളുകൾ പറഞ്ഞപ്പോഴത്തേക്ക് പൊട്ടി, നല്ല രീതിയിൽ പൊട്ടി. പക്ഷെ ബാക്കിയുള്ളവരെ പറ്റി പറയുന്നതിന് ഒരു കുരുവില്ല. ബാക്ക് ടു മസ്താനി. പുറത്തൊരു ശൈത്യം പറയാം, ബിൻസിക്ക് നല്ല ഇഷ്യൂസ് ഉണ്ട്. നമ്മള് പുറത്തോട്ട് ഇറങ്ങി ബാക്കി നിനക്ക് എന്തുമാത്രം ഇഷ്യൂസ് ഇപ്പൊ ഉണ്ടെന്ന് മനസ്സിലാവും. നാളെ കൊണ്ട് പറ, കേറിയ താപ്പോട്ടൊന്ന് ഇറങ്ങി വന്നതല്ലേ ഉള്ളു, കേറി പൊക്കോട്ടെ. ഒരൊറ്റ ഡയലോഗ് കൊണ്ടാണ് നീ ഇപ്പൊ ഈ മാതിരി കന്നത്തിരിവ് കേൾക്കേണ്ടി വന്നത്. അവിടെ വായിരിക്കുന്ന മൊത്തം കേൾക്കേണ്ടി വന്നില്ലേ? പിന്നെ ഫ്ലൈറ്റും പിടിച്ച് ചെന്നൈ പോയിട്ട് പിന്നെ ബഹിരാകാശത്തോട് സഞ്ചരിച്ച പോലെ ആയിപ്പോയി. എന്തിനാണ് വെറുതെ വേണ്ടാത്ത വള്ളി പിടിക്കുന്നത്? മിണ്ടാതിരുന്നുകൊണ്ട് കുറച്ചെങ്കിലും മാനം രക്ഷപ്പെട്ടു. വായും കൂടെ തുറന്ന് ഇനി പറയാൻ കൂടെ നിന്നായിരുന്നെങ്കിൽ നിന്റെ വായിരിക്കുന്ന ബാക്കി അവരാതും കൂടെ ബാക്കിയുള്ളവർ കേട്ടിട്ട് അവരും കൂടെ വന്ന് തളക്കി വിളിച്ചേ. അങ്ങനെ ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഗൈസ് കുറച്ച് കണ്ടസ്റ്റൻസ് അകത്തോട്ട് വരുന്നത്. ഒനിയിൽ ആദ്യം വരും, അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി വരും, ആര്യൻ വരും, രേണു വരും, ബിന്നി വരും, സാബു വരും. ഇത്രയും പേരുടെ ഒരുമിച്ചാണ് വരുന്നത്. ഇതിനകത്ത് രേണുവിന്റെ എൻട്രി, എന്റെ മോനെ ആ ഒരു എനർജി ഉണ്ടല്ലോ, പറയാതിരിക്കാൻ വയ്യ. ഒരു റെഡ് കാർപ്പറ്റ് ഒക്കെ അവർ വിരിച്ചിട്ടുണ്ടായിരുന്നു. റെഡ് കാർപ്പറ്റ് കണ്ട രേണു ചേച്ചിക്ക് പ്രാന്താണല്ലോ. രേണു ചേച്ചി കണ്ട റെഡ് കാർപ്പറ്റ് കണ്ട നടന്ന് വരികയാണ്. അവിടെ കിടന്നിട്ട് സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ട്, കണ്ടില്ലേ? കുട്ടിയെ കളർ ചെയ്തേ, കളർ ചെയ്ത് പൊളിച്ച്. രേണുവിനെ കണ്ടപ്പോ ആഹ്ലാദം കാണാറുണ്ട് ആൾക്കാരുടെ. രേണുവിന് ഭയങ്കര ഫാൻസ് ആണ് തോന്നുന്നു അതിന്റെ അകത്തേട്ടാ. എന്താണെങ്കിലും രേണു ബിഗ് ബോസ് ഇറങ്ങിയിട്ട് ഒരു മാന്യത കാണിച്ചു, ആരെയും അപരാധിക്കാൻ നിന്നില്ല. പുള്ളിക്കാരത്തി മൊത്തം പിന്നെ ഇന്റർനാഷണൽ സെറ്റപ്പ് ആയിരുന്നു. ബാർ ഡാൻസും ബാർ പ്രൊമോഷൻ, അങ്ങനെ മൊത്തം ബാർ പരിപാടികളുമായിട്ട് രേണു ഭയങ്കര എൻഗേജ്ഡ് ആയിരുന്നു. എന്താണെങ്കിലും വന്ന സമയത്ത് മാത്രമേ രേണുവിനെ കണ്ടോളൂ. അതിനുശേഷം പിന്നെ രേണുവിനെ കണ്ടില്ല. ഇവര് പുറത്തു വരുന്ന സമയത്ത് ബാക്കിയുള്ളവര് വീടിനകത്താണ്, ഡോർ ക്ലോസ്ഡ് ആണ്. ഇവരെല്ലാവരും വന്നതിന് ശേഷമാണ് ഡോർ ഓപ്പൺ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആര്യൻ അനുമോളെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നെ പോകാൻ നേരത്ത് കെട്ടിപ്പിടിച്ചില്ലെന്ന് പറഞ്ഞ് എനിക്ക് കുറെ ട്രോൾസും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞിട്ടാണ്, ഞാൻ മറന്നുപോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആര്യൻ അനുമോളെ പോയി കെട്ടിപ്പിടിക്കുന്ന ആ ഒരു കാര്യം അവരവിടെ പറയുന്നുണ്ട്. ഇതിനുശേഷം നമ്മുടെ അനീഷും രേണുവിനെ കണ്ട് ഭയങ്കര സന്തോഷം. കണ്ണെടുത്ത് കിടക്കുന്നത് ഞാൻ കണ്ടു. ഈ സീസണിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡയലോഗാണ് കണ്ണെടുത്ത് കിടക്കുന്നത് ഞാൻ കണ്ടു. അത്രയും വൈറലായ സാധനമാണ്. രേണു അനീഷിനെ പിടിച്ചിട്ട് പറയുകയാണ്, നീ സൂപ്പറാണോ, നീ സൂപ്പറായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് കേട്ടോ. കയറി വന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അനുമോളോട് സംസാരിച്ചത് ലക്ഷ്മിയാണ്. ലക്ഷ്മി നല്ല രീതിയിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നീയായിട്ട് നിൽക്ക്, നല്ല രീതിയിൽ കളിക്കുക എന്നുള്ള രീതിയിൽ അത്യാവശ്യം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ജിസേൽ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇപ്പം നിലവിൽ അകത്തോട്ട് വന്നിട്ടുണ്ട്. ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഏതാണ്ടൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, ആരൊക്കെയാണ് കപ്പടിക്കാൻ സാധ്യത ഉള്ളതെന്ന്. അതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ കപ്പടിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്ന പേര് അനുമോളതാണ്. ഇന്നലെ നെവിന്റെ അടുത്ത് KV, ശാരിക KV ഒക്കെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പൊതുവെ ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ട് അനുമോൾക്ക് കപ്പ് കിട്ടും എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞിട്ട് ആര്യനും നൂറയും ആദിലയും, ആര്യനെ പറ്റി ഒരു അലിഗേഷൻ നൂറയും ആദിലയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൂറയുടെ വയറ്റിലോട്ട് ആര്യൻ ഗെയിമിന്റെ ഇടയിൽ നോക്കി നിൽക്കുന്നു. ഈ ഒരു കാര്യത്തെ പറ്റി ആര്യൻ പല ഇന്റർവ്യൂസിലും മെൻഷൻ ചെയ്യുകയും അങ്ങനൊന്നും ആര്യൻ ചെയ്തിട്ടില്ല എന്നും ആര്യൻ പറയുന്നുണ്ടായിരുന്നു. എനിക്കായി പോയതിനു ശേഷമാണ് ആര്യൻ തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിയാം. ആ ഒരു കാര്യം പറഞ്ഞിട്ട് ക്ലിയർ ആക്കുന്നുണ്ട്. ഇവര് എന്റെ സിസ്റ്റേഴ്സ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സോൾവ് ചെയ്യുന്നത്. പാട്ടാ ഗേൾസ് ഇതുപോലുള്ള ബേസ്ലെസ് അലിഗേഷൻസ് ഉണ്ടാക്കാൻ മിടുക്കികളാണ് ആദിലയും നൂറയും അനുമോളും. ഇതൊരു ബേസ്ലെസ് അലിഗേഷൻ ആയിരുന്നുവെങ്കിൽ, അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല, ഇവളുമാര് മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെ ഒരു സ്റ്റോറി മെനഞ്ഞതായിരുന്നുവെങ്കിൽ എന്ത് വൃത്തികെട്ട പരിപാടിയാണെന്ന് കാണിച്ചതെന്ന് ആലോചിച്ചു. ആര്യന്റെ അമ്മ വന്ന സമയത്ത് അവര് ഇവളുമാരെ രണ്ടുപേരെയുമാണ് ഏറ്റവും കൂടുതൽ കെട്ടിപ്പിടിച്ച് എന്റെ വീട്ടിലോട്ട് വരണം, എന്റെ മക്കളെ പോലാണ് എന്ന് പറഞ്ഞത്. ഓൾമോസ്റ്റ്
പ്രാവശ്യം 3-4 ടൈംസ് ആദിലെയും നൂറേയും കെട്ടിപ്പിടിച്ച് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ നിങ്ങളെ ദത്തെടുക്കുകയാണ് എന്ന് അത്രയും സ്നേഹത്തോടെ പറഞ്ഞ അമ്മയുടെ മകനെ പറ്റിയാണ് ഈ മാതിരി ഒരു അലിഗേഷൻ അന്ന് പറഞ്ഞത്. അതിന്റെ സത്യാവസ്ഥ സ്റ്റിൽ നമുക്കറിയില്ല. ആര്യൻ അങ്ങനെ നോക്കുന്ന ഒരു വിഷ്വൽസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല, ലൈവിലും കണ്ടിട്ടില്ല, എപ്പിസോഡിലും കണ്ടിട്ടില്ല. പല കാര്യത്തിലും ക്ലാരിറ്റി കുറവാണ്. ഇപ്പൊ അനുമോള് പറഞ്ഞു എന്ന് പറഞ്ഞ ആദില പറഞ്ഞ ഒരു ഡയലോഗ്, മറ്റേ ബിന്ദി ക്ലീവേജ് കാണിച്ച് ചപ്പാനി എടുത്ത് പോയിരിക്കും എന്ന് പറഞ്ഞ ഡയലോഗ്, അതും അങ്ങനെ ഒരു ഡയലോഗ് പറയുന്നത് നമ്മൾ ലൈവില് കണ്ടിട്ടില്ല. ഇപ്പൊ ഈ ഒരു നൂറ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതും നമ്മൾ ലൈവില് കണ്ടിട്ടില്ല. ഇവർ ആ ഒരു കോൺവെർസേഷൻ ആവുന്ന സമയത്താണ് നമ്മളിലോട്ട് ഈ ഒരു കാര്യം എത്തുന്നത്. ഇത് കഴിഞ്ഞിട്ട് അനുമോളും ആര്യനും തമ്മിൽ കാണുന്നു. ഈ ആദ്യം ക്രഷ് തോന്നിയവൻ എന്നൊക്കെ ഒരു കോമഡി രീതിയിലൊക്കെ പറഞ്ഞ് ആര്യന്റെ അടുത്ത് സംസാരിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അനീഷും ലക്ഷ്മിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. അനീഷ് ഒരുപാട് മാറി, ഇതാണ് എനിക്കിനി ഇഷ്ടം, ഞാൻ ഇനി പഴയ ഒരു രീതിയിലോട്ട് മാറില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ഇതാക്കുന്നുണ്ട്. ഇതിനുശേഷം ഇവരെ കരയിപ്പിക്കാൻ വേണ്ടി ഒരു കണ്ണീർ വീഡിയോ കാണിക്കുകയാണ്. അവരിനകത്തുള്ള കരച്ചിലുകൾ. സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ കരച്ചിലുള്ള വ്യക്തി അനുമോളായിരിക്കും. അനുമോളുടെ കരച്ചിലാണ് കൂടുതൽ കാണിച്ചത്. ഏറ്റവും കുറവ് കരച്ചിൽ കാണിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അനീഷിന്റെതാണ്. അനീഷിന്റെ കാര്യത്തിൽ അങ്ങനെ കാണിച്ചതേ ഇല്ല. ഒരു ക്ലിപ്പിൽ കണ്ട് ഇങ്ങനെ കണ്ണടച്ച് നിൽക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത്യാവശ്യം ഒരു ടച്ചിങ് വീഡിയോ ആയിരുന്നു. കണ്ടപ്പോൾ നമുക്കതൊരു ചെറിയൊരു ഫീൽ അടിച്ചു. അനുമോളുടെ ഓടിയുള്ള കരച്ചിലും ഇക്കാണ മീശ വെച്ചിട്ടുള്ള കരച്ചിലും, അതുപോലെ തന്നെ മസ്താനി കരയുന്നത് ആദ്യമായിട്ടാണ് അതിന്റെ ഹൗസിനകത്തുള്ള ആൾക്കാർ കാണുന്നത്. മസ്താനി അന്ന് പുറത്തിരുന്ന് അനുമോളുമായിട്ട് കരഞ്ഞ സമയത്ത് ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല, അനുമോള് മാത്രമായിരുന്നു കണ്ടിട്ടുള്ളത്. ഇന്ന് ആ ഒരു വീഡിയോ പ്ലേ ചെയ്തപ്പോഴാണ് മസ്താനിയും ഇതിന്റെ അകത്ത് കരഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ആളുകൾ മനസ്സിലാക്കുന്നത്. സംഭവം അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഈ ഒരു സീസണൊക്കെ അവസാനിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ എല്ലാവരും ഭയങ്കര ആസ്വദിച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞ് മെഴുകിയിട്ടാണ് കാണുന്നത്. കാര്യം അത് അവർക്ക് ഭയങ്കര ഇമോഷണലി ടച്ച് ആവുന്ന വീഡിയോസ് ആണ്. പക്ഷെ ഇന്നത്തെ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്തതിനു ശേഷം അധികം ആരും അത്രയും അങ്ങോട്ട് കരയുന്നൊന്നും കണ്ടതൊന്നുമില്ല. ആർക്കും വലിയ ഇമോഷൻ ഒന്നും അവിടെ ഇല്ലെന്നേ. എന്തെങ്കിലും ഒരു ബന്ധം അവിടെ ഉണ്ടെങ്കിലല്ലേ അത് കാണുമ്പോൾ ഒരു ഇമോഷൻ തോന്നത്തുള്ളൂ. ഇത് ഒന്നുമില്ല. ഇവരിപ്പോഴും എന്താ പറയാ, ഫസ്റ്റ് വീക്കിൽ എങ്ങനായിരുന്നു അപരിചിതരെ പോലെ തന്നെയാണ് ഇപ്പോഴും അതിന്റെ അകത്ത് നിൽക്കുന്നത്. ഇനിയും ഇപ്പോഴും ഒരു 50 ദിവസം കൂടെ ഓടിക്കാനുള്ള കോണ്ടന്റ് അതിന്റെ അകത്തുണ്ട്. അതുപോലത്തെ
അതിന്റെ അകത്ത് നിൽക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു തവണ ഞങ്ങളുടെ എവിക്ഷൻ വന്ന സമയത്ത് അതിലെ പോകുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ച ഒരു എവിക്ഷനിൽ എനിക്കൊന്ന് ജിസൈലുമായിട്ടുള്ള ഒരു എവിക്ഷൻ ആണല്ലോ, ജിസൈൽ പുറത്തായത്, ആ ഒരു എവിക്ഷൻ ആയിരിക്കണം. അന്ന് അനുമോള് മറ്റേ ഡ്രസ്സിംഗ് റൂമിൽ വന്നിട്ട് ഏതോ ഒരു നമ്പർ ആരുടെയോ ടിഷ്യൂ പേപ്പറിനകത്ത് എഴുതി കൊടുത്തു എന്ന്, പുറത്തിറങ്ങിയിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് പറയണം എന്ന് പോലും അകത്ത് അക്ബറിന്റെ വൈറ്റ് വാഷ് അടിക്കാൻ വേണ്ടി പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട്. അവർക്കെതിരെ പ്രവർത്തിക്കണം. അതുപോലെ തന്നെ നൂറയ്ക്ക് നീ PR കൊടുത്തോ, വോട്ടിന് 50,000 80,000 അങ്ങോട്ട് കൊടുത്താൽ മതി എന്ന് അനുമോള് ആദിലെ എടുത്ത് പറഞ്ഞു എന്നാണ് ശൈത്യ എടുത്ത് ആദില പറയുന്നത്. ഇതാണ് ഇന്ന് പൊട്ടിച്ച ബോംബ്. ഈ അക്ബറിനെ ആരാണ് വൈറ്റ് വാഷ് അടിക്കാൻ ശ്രമിക്കുന്നത് അതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം ഇത് കഴിഞ്ഞിട്ട്. കാര്യം അനുമോളും അനുമോളുടെ PR ടീമും ഒരു വമ്പൻ പ്ലാനിങ്ങുമായിട്ടാണ് അതിന്റെ അകത്തോട്ട് ചെന്നേക്കുന്നത്. അതിനെപ്പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം ഒരു 70-75 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അനുമോള് പലപ്പോഴും അതിന്റെ അകത്ത് ഈ ഒരു പ്ലാൻ എടുത്തിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊരു പരിധി വരെ വർക്കൗട്ട് ആവുകയും ചെയ്തിട്ടുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. അതിലെ ഈ പറഞ്ഞ കാര്യം ബിഗ് ബോസിന്റെ ഡയറക്ടർ സെർഗോയെ പറ്റിയാണ്. വൈറ്റ് വാഷ് അടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ കാര്യവും സെർഗോയെ പറ്റിയാണ്. സെർഗോ എന്ന് പറയുന്ന വ്യക്തി അക്ബറിന് അടുത്തറിയാവുന്ന വ്യക്തിയാണ്. അക്ബർ ചെയ്ത 1-2 ഷോയുടെ ഡയറക്ടർ കൂടിയായിരുന്നു. ഇദ്ദേഹം അക്ബറിന്റെ കല്യാണത്തിന് പോയിട്ട് അക്ബറിനെ പറ്റി നല്ല വാക്കുകൾ പറയുന്നത്, എന്നുവെച്ചാൽ അക്ബറിനെ കുറച്ച് പൊക്കി അടിക്കുന്ന ഒരു ക്ലിപ്പിംഗ്സ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അതിനെപ്പറ്റി ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, കണക്കില്ലാത്തത് നോക്കിയാൽ. അപ്പോ അനുമോൾ അവിടെ പൊട്ടിച്ചത് ഈ ഒരു ഡയറക്ടർ അക്ബറിനെ വൈറ്റ് വാഷ് അടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു സാധനമാണ്. ഇത് പലപ്പോഴായിട്ട് അനുമോളുടെ വായിന്ന് വന്നിട്ടുള്ളതാണ്. സോ അതാണ് ആദില ഇവിടെ പൊട്ടിച്ചത്. ഇത് കഴിഞ്ഞിട്ട് ആദില പൊട്ടിക്കുന്ന രണ്ടാമത്തെ ബോംബ് ബിഗ് ബോസിന്റെ കാർ ടാസ്കിനിടയിൽ. കാർ ടാസ്കില് ഫ്രണ്ടിലിരിക്കുന്നത് ആര്യൻ, നൂറ, അനീഷ്, ബാക്കില് അക്ബർ, അനുമോള്, ആദില, സാബു, നെവിൻ ആദ്യം തന്നെ ഔട്ട് ആവുന്നുണ്ടായിരുന്നു. നൂറ ഇരിക്കുന്നത് ആര്യനെ ടച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ആര്യന്റെ തോളയിൽ ഇങ്ങനെ കൈ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ആ സമയത്ത് അനുമോള് പറഞ്ഞത് പോലും നരമ്പ് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പോലും, എന്താണ് ഇവൻ നരമ്പനാണ്, ആര്യൻ ഞരമ്പനാണെന്ന് പറഞ്ഞു പോലും. അനുമോൾ അവിടെ പറഞ്ഞത് ഭയങ്കര റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വെറും നാറിയ പരിപാടി തന്നെയാണ്, ഒരു സംശയവുമില്ല. അനുമോളുടെ വായിൽ നിന്ന് വന്നില്ലെങ്കിലുള്ള അതിശയം. കാരണം ഇതിനേക്കാളും നാറിയ പരിപാടികൾ അതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ ആദ്യം ഇവിടെ കാണിച്ച ഈ ഒരു പരിപാടി അതും നാറിയ പരിപാടിയാണെന്ന് എനിക്ക് പറയാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർ ടാസ്ക് നടക്കുന്നത് എപ്പിസോഡ് നമ്പർ 83-ലാണ്. എപ്പിസോഡ് നമ്പർ 82-ല് ഒരു കാര്യം നടന്നിട്ടുണ്ട്. ഇവരെല്ലാവരെയും കൂടെ ലിവിംഗ് റൂമിൽ വട്ടത്തിൽ ബിഗ് ബോസ് വിളിച്ചിരുന്ന സമയത്ത് പാൽക്കുപ്പി എന്നൊക്കെ പറഞ്ഞ് ആര്യനെ കളിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോ ആര്യൻ നൂറെ എടുത്ത് പറയുന്ന ഒരു ഡയലോഗ്, എങ്കിൽ നീ പാലിതാ, ഈ ഒരു ഡയലോഗ് അടി, അതൊരു ഡബിൾ മീനിങ് സാധനമാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പുറത്ത് ആ ഗാർഡൻ ഏരിയയിൽ വന്നിട്ട് അനുമോള്, നൂറ, ആദില ഒരു കോൺവെർസേഷൻ നിങ്ങൾ ഓർമ്മയുണ്ടായി. അപ്പോഴാണ് നൂറ അനുമോൾ എടുത്ത് പറയുന്നത്, ബോള് പറക്കുന്ന ടാസ്കിന്റെ ഇടയിൽ ആര്യൻ നൂറയുടെ വയറ് നോക്കിയിട്ട് മറ്റേ ഉമ്മ വെക്കുന്ന പോലുള്ള ചേഷ്ടകൾ കാണിച്ചു എന്ന്. അന്ന് ആദില ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തതാണ്. അന്നേരമാണ് അനുമോൾ ഈ ഒരു കാര്യം അറിയുന്നത്. അത് മാത്രമല്ല, ഓൾറെഡി ഇവൻ ഒരു കോഴി എന്നുള്ള രീതിയിൽ അനുമോള് പലപ്പോഴായിട്ട് ആര്യനെ അതിന്റെ അകത്ത് പോർട്രേ ചെയ്തിട്ടുണ്ട്. അത് വേറെ കാര്യം. ഈ ഒരു കാര്യം പറഞ്ഞതിന്റെ നെക്സ്റ്റ് ഡേ ആണ് കാർ ടാസ്ക് വരുന്നത്. കാർ ടാസ്കിൽ ആര്യന്റെ തോളെ കൈയിട്ട് അല്ലെങ്കിൽ ആര്യന്റെ മുട്ടിയിരിക്കുന്നത് നൂറയാണ്, പുറകിലാണ് ആദില ഇരിക്കുന്നത്. അന്ന് ആദിലയുടെ വെപ്രാളവും പരവേഷവും നമ്മൾ കണ്ടതാണ്. ആ ഒരു സമയത്താണ് അനുമോൾ ഈ ഒരു കാര്യം പറയുന്നത്, ആര്യൻ ഞരമ്പനാണ്. ഈ തൊട്ടടുത്തിരിക്കുന്ന അനീഷിനെ പലപ്പോഴായിട്ട് തള്ളി പുറത്താക്കാൻ വേണ്ടി ആദില ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഈ നൂറ ആര്യനെ ടച്ച് ചെയ്തിരിക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അനീഷ് പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു സീറ്റ് നൂറയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കിട്ടും. അപ്പൊ ആര്യനും നൂറയ്ക്കും രണ്ട് സീറ്റിൽ ഇരിക്കാൻ പറ്റും. അന്നേരം അവിടെ ഒരു ബോഡി ടച്ചിങ് ഒന്നും വരുന്നില്ല. ആദിലയുടെ മുഖത്ത് നല്ല രീതിയിൽ നൂറ അങ്ങനെ ഇരിക്കുന്നതിന്റെ ഒരു പരവേശം കാണാനുണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടതുമാണ്. ആ ഒരു സമയത്താണ് അനുമോൾ ഈ ഒരു കാര്യവും പറയുന്നത്. അനുമോളുടെ ഉള്ളിലോട്ട് ആ ഒരു സാധനം ഇട്ടുകൊടുത്ത വ്യക്തികളാരാണ്? ആദിലയും നൂറയാണ്. അങ്ങനെ ഇട്ടുകൊടുത്ത വ്യക്തിയാണ് ഇപ്പൊ വന്നിട്ട് ഈ രീതിയിൽ പറയുന്നത്. അത് ഇവിടുത്തെ ന്യായമാണ്. നിങ്ങളൊന്ന് പറ. ഞാൻ പറയാം, ഇവിടുമാര് 3 കൂതറകളാണ് ഈ പാട്ടാളികൾ. എല്ലാ തൊട്ടിത്തരവും ഒരുമിച്ച് ചെയ്തിട്ട് ഏറ്റവും അവസാനം നീയൊക്കെ പുണ്യാളത്തി, മറ്റവള് മാത്രം വൃത്തികെട്ടവൾ എന്നുള്ള രീതിയിലോട്ട് മുദ്ര കുത്തുന്ന പരിപാടിയാണ് ഇപ്പൊ ആദില ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇവളെ ഞാൻ ആദിലമ്പാലെന്ന് വിളിച്ചത്. വെറും വിഷമല്ല, കൊടൂര വിഷമാണ്, കാളകുട വിഷമാണ്. ബാക്ക് സ്റ്റാബിങ്ങിന്റെ അപ്പനായിട്ട് വരും. ആ ഒരു കാര്യത്തിൽ ഈ 3 ഒരുപോലെ കുറ്റം ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ ആര്യനെ വൃത്തികെട്ട രീതിയിൽ പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3 ഒരുപോലെ കുറ്റം ചെയ്തിട്ടുണ്ട്. അത് അനുമോളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോളുടെ തൊട്ടി സ്വഭാവം, ആ തൊട്ടി സ്വഭാവത്തിനെ ബൂസ്റ്റ് ചെയ്ത് കൊടുത്ത വ്യക്തി ആദിലയാണ്. അതോടെ എടുത്ത് പറയേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങ് നന്മമരാവാൻ ശ്രമിക്കരുത്. ശൈത്യമൊക്കെ അവിടെ നിന്നിട്ട് മാരൊക്കെ ഡയലോഗ് അടിക്കുന്നുണ്ട്. അന്നേരം അതിന്റെ കൂടെ ആദിലയും കരഞ്ഞങ്ങ് മെഴുകി അങ്ങ് മറിക്കുകയാണ്. ഇത് സംഭവം വേറൊന്നുമല്ല, അവൻ
ഷോയിന്റെ അകത്തുള്ള ആളുകൾക്കൊക്കെ ഏതാണ്ട് മനസ്സിലായി അനുമോൾക്ക് കപ്പടിക്കാൻ പോവാണ്. അപ്പൊ തകർക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങോട്ട് എടുത്തിട്ടാലേ പറ്റത്തോളൂ. പിടികിട്ടിയോ? അതും പോരാഞ്ഞിട്ട് മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. മിഡ് വീക്ക് എവിക്ഷനിൽ ആദില പുറത്തു പോകുന്ന ആദിലക്ക് ഏതാണ്ട് ഒരു 100% ഉറപ്പാണ്. 99-100% ആദിലക്ക് ഉറപ്പാണ് ആദില പുറത്തു പോകും മിഡ് വീക്ക് എവിക്ഷൻ. അന്നേരം മേ ബി നാളെ ആയിരിക്കും മിഡ് വീക്ക് എവിക്ഷൻ. അന്നേരം ഇന്ന് ഇത് തീർക്കണം, ഇന്ന് അനുമോളെ അടിക്കണം. എന്താണെങ്കിലും അവർക്ക് പോവാണ്. അപ്പോ അനുമോളെ അടിച്ച് തറ പറ്റിച്ചിട്ടേ പോകാമോ എന്നൊരു ഉദ്ദേശം, എന്നൊരു മൈൻഡ് സെറ്റ് ആദിലക്കുണ്ട്. ആദില അതുകൊണ്ടാണ് ഈ ഒരു സാധനം ഇന്ന് രാത്രി തന്നെ അത് പൊട്ടിക്കാൻ തീരുമാനിച്ചത്. ആ ഒരു സംഭവം വെച്ചിട്ട് തന്നെയാണ് പൊട്ടിച്ചത്. ആദില എന്താണെങ്കിലും പുറത്ത് പോകുന്നു, കൂടെ അനുമോളെ കൂടെ അടിച്ച് താഴെ ഇടുന്നു. അനുമോൾ ഏതാണ്ട് ഒരു കപ്പ് അടിക്കുമെന്നുള്ള ഒരു രീതിയിലൊക്കെ ഒരു സംസാരം അതിന്റെ അകത്ത് നടന്നിട്ടുണ്ട്. കണ്ടസ്റ്റൻസിന് എല്ലാവരും പുറത്തുള്ള സപ്പോർട്ടിനെയൊക്കെ പറ്റി അറിഞ്ഞിട്ടുണ്ട്. ഇത് പറയാനുള്ള കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുശേഷം അക്ബറുമായിട്ടൊരു കോൺവെർസേഷൻ ഉണ്ട്. ആ കോൺവെർസേഷനിൽ ആദില എടുത്തു പറയുന്നുണ്ട്, ഞാൻ എന്ത് വന്നാലും ഇത് പറഞ്ഞിരിക്കും, പറഞ്ഞിട്ടേ ഞാൻ പോകത്തോളൂ എന്നും പറഞ്ഞു നിന്ന ആദില രാത്രി ആയപ്പോഴത്തേക്ക് കാലുമാറാനുള്ള റീസൺ എന്താണ്? ബിഗ് ബോസ് വിളിച്ചിട്ട് പറയും ടോപ്പ് 7, നിങ്ങൾ 7 പേരുമാണ് ടോപ്പ് 7. സാധാരണ ടോപ്പ് 5 എന്നാണ് പറയാറ്, ഇത് ടോപ്പ് 7 എന്ന് പറഞ്ഞു. ടോപ്പ് 7 എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദിലക്ക് മനസ്സിലായി ചിലപ്പോൾ മിഡ് വീക്ക് എവിക്ഷൻ കാണത്തില്ല, ഈ 7 പേരും ഫൈനലിസ്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കും. കാര്യം 7ന്റെ പണി 7ാമത്തെ സീസൺ ഒക്കെ ആണല്ലോ. അപ്പോ 7 പേരെയും ഫൈനലിസ്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കും. പോകത്തില്ല എന്ന് ഉറപ്പും വന്നു. അതുപോലെ തന്നെ ഇക്കാടെ കുറച്ച് ഉപദേശങ്ങളായപ്പോഴത്തേക്ക് ആദില കളം പറ്റിച്ചു. ഇതാണ് ഇന്ന് ഇവിടെ നടന്നത്. ആദിലയുടെ പലതരത്തിലുള്ള സ്റ്റാൻഡാണ് പൊളിഞ്ഞു വീണത്. അനുമോളെ അടിക്കും, ഞാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ അടിച്ചിട്ടേ പോകത്തോളൂ, ഇവിടെ കൊള്ളരുതായ്മകൾ ഈ പറഞ്ഞ് ഇത് ഇവിടെ തീർത്തട്ടേ പോകത്തോളൂ എന്ന് കട്ടായം പിടിച്ചിരുന്ന എവള് ഈ ഒരു സാധനം ബിഗ് ബോസ് അങ്ങോട്ട് അടിച്ചപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഇവള് പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് കഴിഞ്ഞിട്ട് ആദില പറയുന്നത് ശൈത്യ പട്ടിയെ പോലെ അനുമോളുടെ പുറകെ ചെരുപ്പിന്റെ വില പോലും അനുമോള് ശൈത്യയെ കൊടുക്കുന്നില്ല. ശൈത്യയുടെ ആവശ്യമാണ് അനുമോളെ കൊണ്ട് മാറ്റി പറയിപ്പിക്കുക എന്നുള്ളത്. ശൈത്യ കട്ടപ്പ അല്ല എന്ന് പറയിപ്പിക്കുക എന്നുള്ളത് ശൈത്യയുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ അവിടെ സെൽഫ് റെസ്പെക്ട് കളഞ്ഞിട്ട് ഇങ്ങനെ 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല പല തവണയായിട്ട് അനുമോളുടെ പുറകിൽ മിണ്ടാൻ വേണ്ടി ചെല്ലുന്നതിന്റെ റീസൺ ശൈത്യയുടെ ആവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവര് ഒന്നും അനുമോളായിക്കോട്ടെ, ആദില ആയിക്കോട്ടെ, നൂറ ആയിക്കോട്ടെ, ശൈത്യ ആയിക്കോട്ടെ, എല്ലാവരും ലോഡ് ആയിപ്പുകളാണ്. ഇതിനകത്ത് ഒരു നല്ലത് എന്ന് പറയാൻ ആരുമില്ല, എല്ലാം വിഷങ്ങളാണ്. ഇതിനകത്ത് ഏറ്റവും കൊടൂരമായിട്ടുള്ള വിഷം ആരാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ ഇതിനകത്ത് നന്മ എന്ന് പറയുന്ന ഒരു സാധനമില്ല, തിന്മകൾ മാത്രമേ ഉള്ളൂ. വലിയ തിന്മ ഏതാണ്, ചെറിയ തിന്മ ഏതാണ്, മോഡറേറ്റ് തിന്മ ഏതാണെന്ന് മാത്രം നോക്കിയാൽ അത് നോക്കി നിങ്ങൾ വോട്ട് ചെയ്താൽ മതി. ഞാൻ ഈ സീസണിൽ ആർക്ക് വരെ വോട്ട് ചെയ്തു, കുറച്ചും പേര് കമന്റ് ചെയ്യാൻ കണ്ടിരുന്നു. കഴിഞ്ഞ സീസണിൽ നീ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തു, അതിന് തൊട്ടുമുമ്പ് സീസണിൽ അഖിൽമാരാർക്ക് വോട്ട് ചെയ്തു, ഇതിന് തൊട്ടുമുമ്പുള്ള സീസണിൽ ദിൽഷയ്ക്ക് വോട്ട് ചെയ്തു. ഇവനാണോ എന്റെ വോട്ട് ലിസ്റ്റ് പരിശോധിക്കുന്നത്? ഞാൻ ആർക്കും വോട്ട് ചെയ്യണമെന്ന് റോബിന്റെ ആകാശത്തിന്റെ സീസൺ ഞാൻ കണ്ടിട്ടില്ല. ബിഗ് ബോസിന്റെ അങ്ങും ഇഞ്ഞും ഒക്കെ ഉള്ള ഓരോ എപ്പിസോഡ്സ് കണ്ടിട്ടുള്ളതല്ലാതെ ഞാൻ കഴിഞ്ഞ സീസണും ഈ സീസണും മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ട് 50 കണ്ടിട്ടുള്ളത്. ഞാൻ ഒരു സീസണിൽ ഒരു 50 വോട്ട് കൊടുക്കാറില്ല. ഈ സീസണിൽ ഞാൻ ഇതുവരെ ആർക്കും വോട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലും ഫിനാലെയിലും ഒരേ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഞാൻ വോട്ട് കൊടുക്കുന്നത്, ഞാൻ ജാസ്മിനെ പറ്റി നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഉള്ള വ്യക്തിയാണ്. പക്ഷെ എന്തുകൊണ്ട് ഞാൻ അത് വോട്ട് ജാസ്മിന് കൊടുത്തു എന്നുള്ള എന്റെ ഒരു റീസൺ ഇത്രയും നെഗറ്റീവായിട്ട് പിടിച്ചു നിന്നു. അതിൻ്റെ അകത്ത് ആ ഒരു കാര്യം, ആ ഒറ്റ കാര്യം കൊണ്ടാണ് ജാസ്മിന് കൊടുത്തത്. അത്രയും നെഗറ്റീവ് സാധനങ്ങൾ ജാസ്മിൻ തന്നെയാണ് ഉണ്ടാക്കിയത്, ജാസ്മിൻ തന്നെയാണ് സ്വന്തം കുഴി തോണ്ടിയത്. എന്നിട്ടും അത്രയും നെഗറ്റീവ് സാധനങ്ങൾ ഉണ്ടായിട്ടും പിടിച്ചു നിന്നല്ലോ. 10, 22, 21 വയസ്സം കണ്ടുള്ള സമയമായിരുന്നു ജാസ്മിന്. ആ ഒരു പെങ്കൊച്ച് ആ ഒരു പ്രായത്തിൽ അത്രയും കാര്യങ്ങൾ പിടിച്ചു നിന്നല്ലോ. ആ ഒരു കരുത്തിന്, ആ ഒരു സംഭവത്തിന്റെ മുന്നിലാണ് ഞാൻ ജാസ്മിന് വോട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇതുവരെ ബിഗ് ബോസിൽ ഒരേ ഒരു വോട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അത് ആ ഒരു വോട്ടാണ്. ഞാൻ വേറെ ഒരു മനുഷ്യനും ഇന്നവരെ വോട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു സീസണിൽ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് അക്ബർ വരുന്നു. അക്ബറിന്റെ അടുത്ത് എന്തൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കലാഭവൻ സരിക ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു. അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് പുറത്തെ കാര്യങ്ങളൊന്നും വിളിച്ച് പറയാൻ പാടില്ല എന്ന്. അപ്പോഴാണ് നടങ്ങിയത്. ഇത് കഴിഞ്ഞിട്ട് ആ ബാത്റൂം റീജിയനിൽ ആദിലെ നൂറ് എല്ലാവരും ഇരുന്നിട്ട് ഷാരിക കെബിയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട് എല്ലാ ഷോയ്ക്കും ഒരു നേരും നെറിയും ഉണ്ട്. അന്നേരം ഷാരിക പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇല്ല ഈ ഷോയ്ക്ക് അതില്ല. ബിഗ് ബോസിനെ ട്രോളാൻ വേണ്ടിയിട്ട് സാധനം ഇട്ട് കൊടുക്കുകയാണോ? അതാണ് അനുമോളുടെ വിജയം, അതാണ് അവിടെ വിജയം എന്നാണ് പറയുന്നത്. അനുമോളുടെ വിജയം അതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഷാരിക പറഞ്ഞ ആ ഒരു സാധനത്തിനോട് ഞാൻ യോജിക്കുന്നു. ഈ ഷോയ്ക്ക് അത്ര നേരും നെറിയുള്ള ഷോ ഒന്നും അല്ല. കണ്ടവന്റെ തമ്മിത്തല്ല് കണ്ട് നമ്മൾ ആസ്വദിക്കുന്നു, അതാണ്
അതാണ് ഈ ഷോയുടെ മെയിൻ USB. അയലത്ത് വീട്ടിൽ അടി കാണാൻ വേണ്ടിയിട്ട് എത്തി നോക്കുന്നത് മനുഷ്യന്മാരുടെ ഒരു ബേസിക് നേച്ചർ ആയിപ്പോയി. മോസ്റ്റ് ഓഫ് ദ ആളുകൾ, എല്ലാവരുടെയും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു ഹൈ മെജോറിറ്റി ഓഫ് ആളുകളിലും തമ്മിത്തല്ല് കാണാനും കോൺട്രവേഴ്സീസ് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ തന്നെയാണ്. അതാണ് ബിഗ് ബോസിന്റെ ബേസിക് കൺസെപ്റ്റ്. അപ്പോ ഇതിന് വലിയ നേരും നെറിയൊന്നും പ്രതീക്ഷിക്കൊന്നും വേണ്ട. എന്നാൽ പോലും ഇച്ചിരിയെങ്കിലും നേരും നെറിയുള്ള ഒരുത്തൻ ഈ ഒരു ബിഗ് ബോസിൽ വന്ന് വിന്നർ ആകണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. പക്ഷെ ഈ ഒരു സീസണിൽ അങ്ങനത്തെ ഒരുത്തനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഒരുത്തനായാലും ഒരുത്തിയാണെങ്കിൽ. ഇത് കഴിഞ്ഞിട്ട് അക്ബറിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അക്ബർ PR-നെ പറ്റി സംസാരിക്കുന്നു. കപ്പ് വേണ്ട, എവളെ എക്സ്പോസ് ചെയ്താൽ മതി, ആ അനുമോളെ എക്സ്പോസ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. കാര്യം കുറച്ചധികം കാര്യങ്ങൾ പറയാനിട്ട് തീർച്ചയായിട്ടും കേൾക്കണം കേട്ടോ. അക്ബർ അനുമോളുടെ PR-നെ പറ്റിയല്ലേ സംസാരിക്കുന്നത്, അപ്പൊ പിന്നെ അക്ബറിന്റെ PR-നെ പറ്റി നമുക്ക് സംസാരിക്കാം. അതാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്ട് ഇവിടെ കൊടുത്തേക്കാം. അത് കഴിഞ്ഞിട്ട് വീഡിയോ കാണുന്നവർ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, ഇവിടെ ഉണ്ടാവും ആ വീഡിയോ. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോ കാണാം.